അപ്പോൾ ഇന്ന് നമുക്ക് ബെഡ്ഷീറ്റ് ചേഞ്ചിങ് ദിവസമാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഒരു ചെറിയൊരു തുടയ്ക്കുന്ന ഒരു ടർക്കിയുണ്ട്. ഇപ്പോൾ 2 പേരുടെ ആയതുകൊണ്ട് 2 എണ്ണം വീതം. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു പില്ലോ കവറാണ്. 2 പേരാകുമ്പോൾ 2 എണ്ണം ഉണ്ട്. പിന്നെ ഒരു ബെഡ്ഷീറ്റുണ്ട്. പിന്നെ ഇവിടുന്ന് ഒരു പുതയ്ക്കാനൊരു സാധനം തരും രജോയി, അപ്പോൾ അതിൻ്റെ കവറാണ്. അപ്പം എല്ലാം 2 എണ്ണം വീതമുണ്ട്. അപ്പം നമുക്ക് ഇന്ന് ബെഡ്ഷീറ്റ് ഇവിടെ പോയി നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് വരാം. ഞാൻ എൻ്റെ എടുത്തിട്ടുണ്ട്. അപ്പുറത്തെ ഹോസ്റ്റലാണ് നമ്മൾ പോയി ബെഡ്ഷീറ്റിലാണ്. നമുക്കിന്ന് 4 മണിക്ക് ക്ലാസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ രാവിലെ ഞങ്ങൾ ഫ്രീ ആണ്. കഴിഞ്ഞ ആഴ്ചയൊക്കെ ഈ സമയത്ത് നമുക്ക് രാവിലെ ക്ലാസ് ഉണ്ടായിട്ട് ഭയങ്കര പാടായിരുന്നു ബെഡ്ഷീറ്റ് വേറെ. ഈ വരുന്ന ആളാണ് നമ്മുടെ കമ്പനിയുടെ. ഇത് ഹോസ്റ്റൽ വാർഡൻ എന്നൊക്കെ പറയുന്ന പോലെ. അവിടുന്ന് പിള്ളേർ വരുന്നു. ഇവിടെ ഒരു ചേട്ടൻ സൈക്കിളല്ല കേട്ടോ, മഞ്ഞ് മുഴുവൻ സൈക്കിളല്ല വന്നത്. ബെഡ്ഷീറ്റ് മാറിയിട്ട് കുറേ പേര് പോകുന്നു. ബെഡ്ഷീറ്റ് നല്ല തന്നെയുണ്ട്. ബെഡ്ഷീറ്റ് മാറാൻ ഈ മുറിയിലാണ് നമ്മൾ ബെഡ്ഷീറ്റ് മാറുന്നത്. നല്ലത് ഇന്നലെ ഉപ്പയാണോ അങ്ങനെ എടുക്കാൻ. അത് തന്നെ താഴത്തെ എടുത്താൽ മതി. താഴത്തെ 2 എന്നിട്ട് കവർ ഏതിലും എടുത്തിട്ട് വാ. 2 നിറം വന്നു. ആണ്ട് അപ്പുറത്ത് ഇരിപ്പുണ്ട്. ആണ്ട് അപ്പുറത്ത് നമ്മളെടുക്കും. സ്പെസിവ
നമ്മുടെ ബെഡ്ഷീറ്റ് കിട്ടി. എനിക്കിഷ്ടപ്പെട്ട പിന്നെ വൃത്തിയായിട്ട് മടക്കിയാണ് വെച്ചിരുന്നു. തിരിച്ച് പോവാണ് guys. എടുത്ത വരാനാണത്. ജസ്ദാന് നമ്മൾ ചട്ട പറഞ്ഞു പോയി. അവർക്ക് നമ്മളെ കണ്ട് സന്തോഷമായി. വീഡിയോ വീഡിയോ എടുക്കുന്നുണ്ട്, കുറച്ചുകൂടെ സന്തോഷമായി. അങ്ങോട്ട് കയറി പോയപ്പോഴും നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ചാൽ ഞാൻ എടുക്കാതിരുന്നു. പക്ഷെ അവര് ഹാപ്പി ആയിരുന്നു. എനിക്ക് രാത്രി കാണിച്ച പുക ആ പുക, ഈ പുകയല്ല ഞാൻ രാത്രി ഇന്നലെ കാണിച്ചത്. അപ്പുറത്തൊരു പുക കണ്ടിട്ട് അതാ ഇതായിരുന്നു കാണിച്ചേ. കാണുമ്പോൾ അങ്ങനെയാണ്. ആക്ച്വലി ഇതിവിടെ വേസ്റ്റ് ഡിസ്പോസൽ ആയിട്ടുള്ള ഇതാണ്, എന്താ പേര് പറയുന്നത്, അതന്നെ. ഇവിടുത്തെ വേസ്റ്റ് എല്ലാം എടുത്തുകൊണ്ട് പോയിട്ട് നമ്മൾ കത്തിച്ച് കളയത്തില്ലേ, ആ സ്ഥലമാണത്. വേറെ ബെഡ്ഷീറ്റ് നല്ല പിന്നെ ഞാൻ നോക്കിയപ്പോൾ കണ്ടായിരുന്നു. സനിയെ പറഞ്ഞിട്ടാണ് ഞാൻ ബെഡ്ഷീറ്റ് എടുത്തത് കേട്ടോ. ഞാൻ ഒരുപാട് നേരം അവിടെ നിന്ന് അവർക്ക് കലിപ്പ് ഞാനിങ്ങനെ പോകുന്നു. എന്ത് കലിപ്പ്, അവർ സന്തോഷത്തോടെ പറയും ഏത് വേണേലും നോക്കി എടുത്തോളാം. ഞാൻ അമ്മച്ചിക്ക് വീഡിയോ ഒന്നും എടുക്കുന്ന ഇഷ്ടമില്ലെന്നു. അതെന്താ നമുക്കറിയില്ലല്ലോ. ആ ഇവിടെ ഇങ്ങനെ വൃത്തിയാക്കിയാൽ പോരെന്നായിരിക്കും. നല്ലപോലെ വാരി മഞ്ഞ് നല്ലപോലെ വാരി മാറ്റുന്നുണ്ടോ? ഇങ്ങനെ നോക്കി നിൽക്കരുത്. ഇങ്ങനെയൊക്കെ ആയിരിക്കും പറയുന്നത്. വെള്ളം വരുന്ന വണ്ടിയല്ലേ ഇത്? അത് സ്കോറയോ? അതായത് ഇവിടുത്തെ ഈ കാർപ്പറ്റും ഇവര് എക്സ്ചേഞ്ച് ചെയ്താണ്. എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ അങ്ങനല്ല, മാറ്റും. മാറ്റും. അതായത് ഒന്നിട്ട് പിന്നെ അങ്ങനത്തെ കമ്പനി ഉണ്ടെന്ന് തോന്നുന്നു. അല്ല അവർ വൃത്തികേടാകുമ്പോൾ അന്ന് എടുത്തോണ്ട് പോയിട്ട് അത് ക്ലീൻ ചെയ്തിട്ട് തിരിച്ചുകൊണ്ടിടും. അപ്പോൾ അങ്ങനെ കാർപ്പറ്റ്, ഇത് കാർപ്പറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നവരാണ് അവരിപ്പോൾ നമ്മളുടെ ഹോസ്റ്റലിൽ ഫ്രണ്ട് നമ്മൾ കയറുമ്പോൾ 2-3 കാർപ്പറ്റ് കിടപ്പില്ലേ, അതെടുത്തോണ്ട് പോകും. നമ്മുടെ മുറിയത്തെയൊന്നും അല്ല, ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിൽ കയറുമ്പോൾ എൻട്രൻസിലുള്ള കാർപ്പറ്റ്സ് എടുത്തോണ്ട് പോകും. എന്നിട്ട് ക്ലീൻ ആക്കിയിട്ട് പിന്നെ ഒരു ദിവസം ഇപ്പോൾ പുതിയതൊരെണ്ണം കൊണ്ടിടുക. നമ്മൾ ഹോസ്റ്റലിൽ തിരിച്ചു പോകും. കാർപ്പറ്റ് പുതിയതിടാൻ വന്നാണ് അവരിട്ടിട്ട് പോയി. ഇന്ന് പുതിയ കാർപ്പറ്റ് ഇട്ട്, പുതിയതായോണ്ടാണ് ഇതിൽ മഞ്ഞില്ലാത്ത. നല്ല മഞ്ഞ, നല്ല പ്രാവശ്യമാണ്. ഈ മഞ്ഞ് കൊണ്ട് തന്നെ എപ്പോഴും ഇത് അഴുക്കടിക്കുന്ന രീതി വെള്ളവും മഞ്ഞുമായിട്ട് മിക്സ് ചെയ്തിട്ട് അഴുക്കുമായിട്ട് മിക്സ് ചെയ്തിട്ട് കയറും.